അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവരുടെ മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സഹായതേട്ടം നടത്തലാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്കെതിരാണെന്നും തൗഹീദിന് തന്നെ വിരുദ്ധമാണെന്നും ഷിർക്കാണെന്നുമാണ് ഇവിടുത്തെ പുത്തൻവാദികൾ പ്രചരിപ്പിക്കാറുള്ളത്. അതിന് പല ന്യായങ്ങളും പ്രചരിപ്പിക്കുന്നിടയിൽ അവർ പറയുന്നൊരു ന്യായമാണ്, ഇത് അസാധാരണമായ ഒരു കാര്യമാണ്, അസാധാരണമായ ഗുണദോഷങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, അസാധാരണമായ രീതിയിൽ സൃഷ്ടികൾക്ക് സഹായിക്കാനോ അവരോട് സഹായം ചോദിക്കാനോ അവരിൽ നിന്ന് ഗുണമോ ദോഷമോ അസാധാരണമായ രീതിയിൽ പ്രതീക്ഷിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. ഇവിടെ ഞാൻ വായിക്കാം, അവരുടെ 2015 ജനുവരി 1 പുറത്തിറക്കിയ അൽമനാറിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഹദീസ് അവർ വിശദീകരിക്കുകയാണ്. തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇന്നഹു ലാ യുസ്തഗാസു ബി വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്. അത് ഞാൻ ഹദീസിന് അർത്ഥം വെക്കാം, എന്നെ കൊണ്ട് സഹായം ചോദിക്കപ്പെടുകയില്ല, അതായത് എന്നോട് സഹായം ചോദിക്കരുത്, വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹി, സഹായങ്ങളൊക്കെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇതിന് നേരെ അർത്ഥം വെക്കുകയാണെങ്കിൽ, ഇത് ഓതിക്കൊണ്ട് ഇസ്തിഗാസ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഒരു രീതിയിലുള്ള സഹായവും നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാടില്ല എന്ന് പറയേണ്ടി വരും. സാധാരണമോ അല്ലാത്തതോ ആയ ഒരു സഹായവും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്നും നേരർത്ഥം വെച്ചാൽ അക്ഷരവായ നടത്തിയാൽ പറയേണ്ടി വരും. ആ ഒരു ഇവരുടെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് അത്തരമൊരു പെടലിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനവർ മറ്റൊരർത്ഥം വെക്കുകയാണ്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. എന്നോട് കാര്യകാരണ വ്യവസ്ഥക്ക് അതീതമായ രൂപത്തിലുള്ള സഹായതേട്ടം അരുത്, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കാര്യകാരണ വ്യവസ്ഥക്ക് അതീതമായ രൂപത്തിലുള്ള സഹായതേട്ടമാണ് നബിയോട് പാടില്ലാത്തത്. സാധാരണയായ സഹായതേട്ടം നബിയോട് പാടുണ്ട് എന്ന് ഇതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്. നമ്മുടെ വിശ്വാസപ്രകാരം ഏത് സഹായതേട്ടവും അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കുന്നത്. നമ്മൾ നബിയോടോ ഏതൊരു നബിയോടും ഏതൊരു വലിയനോടും എന്തു സഹായം ചോദിക്കുമ്പോഴും അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസ് എന്നാണ്. അള്ളാഹുവിനോടാണ് എല്ലാവിധ സഹായങ്ങളും ഉള്ളത്. കാരണം ആത്യന്തികമായി ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരുത്തൻ അത് അള്ളാഹു തആല മാത്രമാണ്. അതാണ് ഈ ഹദീസിന്റെ ശരിയായ വ്യാഖ്യാനവും ശരിയായ അർത്ഥവും. എന്നാൽ അവർ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അസാധാരണമായ രീതിയിൽ ആർക്കും സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നതാണ്, മരണപ്പെട്ട് കഴിഞ്ഞാൽ വഫാത്തിന് ശേഷം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കേൾക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ അസാധാരണമായ രീതിയിലും മറഞ്ഞ രൂപത്തിൽ നിന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയാറുള്ളത്. കൃത്യമായി നമ്മൾ ഹദീസുകൾ മനസ്സിലാക്കുന്ന സമയത്ത് ധാരാളം ഹദീസുകൾ ഇതിനെതിരെ, അവരുടെ ഈ വിശ്വാസത്തിനെതിരെ കൃത്യമായ ഹദീസുകൾ കാണാൻ സാധിക്കും. നമുക്കറിയാം പ്രസിദ്ധമായ സംഭവം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മിമ്പറിൽ കയറിക്കൊണ്ട് യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ എന്ന് വിളിച്ചപ്പോൾ നഹാവന്തിലുള്ള സാരിയ റളിയല്ലാഹു അൻഹു ഇത് കേട്ട സംഭവം നമ്മളെല്ലാവരും അറിയുന്നതാണ്. അത് ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുള്ളതാണ്. ആർക്കും തള്ളാൻ പറ്റാത്ത രൂപത്തിൽ സിഹത്തുള്ള ഹദീസുമാണ്. അതുകൊണ്ട് അവിടെ മറഞ്ഞൊരു രൂപത്തിലാണ്, എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് സാരിയ റളിയല്ലാഹു അൻഹു ഉള്ളത് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, അത് അസാധാരണമായ രീതിയിൽ അതിനെ കേൾക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് അള്ളാഹു കഴിവ് കൊടുത്താൽ ആർക്കും കഴിയുമെന്നത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ കാണാൻ നമുക്ക് മരണത്തിന് ശേഷവും കേൾക്കുമെന്ന് എനിക്ക് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ അവരോട് എന്തിനാണ് ചെവി കേൾക്കാത്ത, അവരോട് എന്താണ് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, മാ അൻതും ബിഅസ്മാ മിൻഹു, നിങ്ങളൊന്നും ഈ ഖബറിലുള്ളവരെ അത്ര കേൾക്കുകയില്ല. മരണത്തിന് ശേഷം യഥാർത്ഥത്തിൽ കേൾവി ശക്തി കൂടുകയാണ് ചെയ്യുക എന്നുള്ളത്, മറ്റുള്ള അതുപോലത്തെ കഴിവുകൾ കൂടുകയാണ് ചെയ്യുക എന്നുള്ളത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. മരണത്തിന് ശേഷം എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയെന്നും അവരോട് ഒരു നിലക്കും ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഒന്നിനും പാടില്ല, അതൊന്നും സാധ്യമല്ല എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമല്ല, അതേതോ ഒരു പുതിയ വിശ്വാസമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഇവരുടെ നേതാക്കൾ തന്നെ, ഇവരുടെ ആത്മീയ ആചാര്യനും നേതാവും എല്ലാം
വിശദമായി പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയുടെ 24-ാം വാള്യം 297-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തൽഖീൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അതിന് അദ്ദേഹം തെളിവായി പറയുന്നത് ഇന്ന തൽഖീന യൻഫഉഹു, തെൽക്കീൻ ഓതിയാൽ ആ തെൽക്കീൻ ആർക്ക് ഉപകാരപ്പെടും? അത് മരണപ്പെട്ട് ആ മയ്യത്തിന് ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ കാരണം പറയുന്നത് ഫഇന്നൽ മയ്യിത്ത യസ്മഉ നിദാഅ, മയ്യത്ത് എന്ത് ചെയ്യും? അത് കേൾക്കും എന്നാണ് ഇബ്നു തൈമിയ പോലും പഠിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം തെളിവും പറയുന്നുണ്ട്, വെറുതെയല്ല. കമാ സബത ഫി സ്വഹീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ഖാല ഇന്നഹു ലയസ്മഉ ഖർഅൻ ആലിഹിം. മരണപ്പെട്ട് നമ്മൾ അവിടെ മറമാടി തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും, നമ്മൾ തിരിച്ചു പോകുന്ന ശബ്ദം പോലും ആര് കേൾക്കും? ഈ മരണപ്പെട്ട് കിടക്കുന്ന മയ്യത്ത് കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, ധാരാളം ഹദീസുകളിൽ ഈ സംഭവം കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാമിയങ്ങളെല്ലാം ആ സംഭവം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ അൽ മുൻഖിദു മിനൽ ളലാൽ എന്ന് പറയുന്ന അവിടുത്തെ മാസ്റ്റർ പീസായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇമാം ഗസാലിയും പരിചയപ്പെടുത്തുന്നുണ്ട് വലിയ മഹാത്മാക്കളുടെ പദവികൾ ഇങ്ങനെ പറയുമ്പോൾ വമിൻ അവ്വലി ത്വരീഖത്തി തബ്തദിഉൽ മുകാശഫാത്തു വൽ മുശാഹദാത്ത് ഹത്താ അന്നഹും ഫീ യഖ്ലതിഹിം യുശാഹിദൂനൽ മലായിക. യഖ്ലത്തിൽ തന്നെ നേരിട്ട് ഉറക്കത്തിലല്ല, നേരിട്ട് തന്നെ മലായിക്കത്തിനെ കാണുന്ന അവസ്ഥ അവർക്കുണ്ടാകും. അർവാഹൽ അംബിയായി, അംബിയാക്കളുടെ ആത്മാക്കളെയും കാണുന്ന അവസ്ഥയുണ്ടാകും. വയസ്മഊന അസ്വാതൻ, നമ്മളൊന്നും കേൾക്കാത്ത അസാധാരണമായ പല ശബ്ദങ്ങളും അവർ കേൾക്കും എന്നുകൂടി ഇമാം ഗസാലി ചേർത്തി വെക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തുടരുന്നുണ്ട്. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മരിച്ചവർക്ക് കേൾക്കാൻ സാധിക്കും, അവര് ഇതെല്ലാം അറിയുന്നുണ്ട്. നമ്മേക്കാൾ കൂടുതൽ അത് കേൾക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല മരണപ്പെട്ടവർക്ക് നൽകും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ ചോദിക്കുന്ന സഹായങ്ങൾ, നമ്മൾ വിളിക്കുന്ന വിളികൾ അവർ കേൾക്കുന്നില്ല എന്ന് പറയുന്നത്, ആ കേൾക്കുന്നില്ല എന്നുള്ള വാദമാണ് അന്ധവിശ്വാസം എന്ന് നമുക്ക് തിരിച്ചറിയാം. അവരുടെ വാദത്തിന് തെളിവായിക്കൊണ്ട് പലതും ഉദ്ധരിക്കാറുണ്ട്. ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന പോലത്തെ ആയത്തുകൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ആയത്തിന്റെ അർത്ഥം അത് സമാഉൽ ഖബൂൽ, അത് സ്വീകാര്യതയുടെ കേൾവിയാണ്. അത് മരിച്ചവരെ കുറിച്ചല്ല പറയുന്നത്. ഹൃദയം മരിച്ചുപോയ കാഫിരീങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അനുസരിക്കുകയില്ല എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അവരുടെ പ്രസ്ഥാനത്തിന്റെ പതാകവാഹനം എന്ന് പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമും അവരുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാമായ നേതാവായി പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ പോലും അതിനെ പഠിപ്പിക്കുകയും അതിനെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷത്തെ ഷിർക്കിന്റെ പട്ടികയിലേക്ക് മാറ്റിവെക്കുക എന്ന കുതന്ത്രത്തിന് വേണ്ടിയാണ് അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രതരായിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.